അങ്ങനെ അടുത്ത ദിവസം നമ്മൾ കറങ്ങാനായിട്ട് പോയത് ന്യൂ കാസ്റ്റലിലായിരുന്നു കേട്ടോ. ചെന്ന് മെട്രോ ഇറങ്ങി, പിന്നെയും ഒരു സ്റ്റാച്ചു, അതൊക്കെ ഒന്ന് കണ്ട് പിന്നെ അവിടെ തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ കത്തീഡ്രൽ പള്ളി. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് സാധനം. പണി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, നല്ല പഴക്കമുള്ള പള്ളിയാണ്. അതിനകത്തേക്കൊക്കെ ഒന്ന് കയറുന്നതുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്കൂടെ ഒക്കെ നടന്നു. പിന്നെ അടുത്തൊരു സ്റ്റാച്ചു കണ്ടു, നല്ല അടിപൊളി പള്ളി. നമുക്ക് ഏത് ആംഗിളിൽ നോക്കിയാലും ഭയങ്കര ഭംഗിയാണ്. ആ വർക്കൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമായിട്ടുണ്ട്. കല്ലുകളൊക്കെ ഉണ്ടോ, ഭയങ്കര എത്രയോ പഴക്കമുള്ളത്. നമ്മളതിനകത്ത് കയറി ജസ്റ്റ് ചെറുതായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് എന്തൊരു കൊയറിൻ്റെ പ്രാക്ടീസ് അടക്കാൻ. അതിനകത്ത് കണ്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ന്യൂ കാസ്റ്റിൽ ഫുൾ ഓഫ് കാസ്റ്റിലിൻ്റെ ഏരിയയാണ്. ഇങ്ങോട്ട് തിരിഞ്ഞാലും കാസ്റ്റിലുകളാണ്. പിന്നെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മൊബൈൽ എങ്ങോട്ട് വെച്ചാലും ഫ്രെയിമാണ്. ഫോട്ടോ എടുക്കാൻ അത്രയ്ക്ക് സെറ്റപ്പ് സ്ഥലം. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടുത്തെ ഒരു ഏറ്റവും പഴയ കാസ്റ്റിലിൻ്റെ ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്തു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ, ബാക്കിയെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്താ പറയുക, അമേസിങ്, അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട്. പിന്നെ അധികം വലിയ ന്യൂ ജെൻ കൺസ്ട്രക്ഷൻ ഒന്നുമല്ല, എല്ലാം ഓൾഡിൽ നിർത്തി അവർ ചെയ്തേക്കാണ്. അതിൻ്റെ പഴക്കം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഓരോ കാസ്റ്റുകളും. ഇനി അടുത്ത പ്രാവശ്യം ചെന്നിട്ട് വേണം ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് പോയിട്ട് കാണാനായിട്ട്. സമയം എടുത്ത് പോയി കാണണം. നമുക്ക് അതിനുള്ള എൻട്രൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ടൈം ഞങ്ങൾ ചെന്നപ്പോഴേക്കും തീർന്നിരുന്നു. അത് കാരണം പിന്നെ കയറാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടുത്തെ മെയിൻ അട്രാക്ഷനായ 3 പാലങ്ങളുടെ അടുത്തേക്ക് പിന്നെ പോയത്. ആ കാണുന്ന പാലത്തിൻ്റെ അവിടെയാണ് നമ്മൾ വന്ന് ഇറങ്ങിയത്. പിന്നെ അതിൻ്റെ താഴെ ഏറ്റവും പഴയ പാലം. ഇപ്പം നമ്മൾ നിന്ന് വീഡിയോ എടുക്കുന്നത് മെട്രോ പോകുന്ന പാലത്തിലായിരുന്നു. അതിൽ കൂടെ ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ നടുവിലുള്ള പാലത്തിലെത്തി. നമുക്ക് നല്ല ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു, നല്ലൊരു മെട്രോ പോകുന്ന സീൻ കിട്ടി നമുക്ക് അവിടെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ റൈറ്റ് സൈഡിലാണ് നമ്മൾ വന്നിറങ്ങിയ പാലമുണ്ട് പുതിയത്, അതുള്ളത്. ഈ എല്ലാ 3 പാലത്തിലും വണ്ടികൾ പോകുന്നുണ്ട്. എല്ലാം അടിപൊളി. നല്ലൊരു ഈവനിങ് ആയതുകൊണ്ട് നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ നിന്ന്. പിന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നടക്കുന്ന സമയത്താണ് ഈ ഒരു കിളിയുടെ പേരെന്തോ പറഞ്ഞു, ഞാൻ മറന്നുപോയി. പക്ഷെ ഇത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ ചെന്നപ്പോൾ പിന്നെ ഒരെണ്ണം മാത്രം അവിടെ നിൽക്കണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ നല്ലൊരു ഈവനിങ് വൈബിന് വേണ്ടി നമ്മൾ നേരെ ന്യൂ കാസ്റ്റലിലേക്ക് എത്തി, ടൗണിലെ സെൻറ്ററിലേക്ക് എത്തി. അങ്ങനെ ഈവനിങ് വൈബോടെ ഈവനിങ് സ്റ്റാർട്ടാവാണ്. അവിടെ ഏറ്റവും കൂടുതൽ പള്ളികൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ള ബാറാണ്. അങ്ങനെ അവിടുത്തെ തിരക്കുകളൊക്കെ തുടങ്ങണ്. നമ്മളങ്ങനെ നേരെ കബാബ് കഴിക്കാൻ വേണ്ടി ജർമ്മൻ ഡോണർ കബാബിൽ കയറി. നമുക്ക് സൗദിയിൽ നിന്ന് കഴിക്കുന്ന ഒരു ഷവർമ അല്ലെങ്കിൽ ഒരു കബാബിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ എന്ന് പറയാം. അത്യാവശ്യം നല്ലത് പറഞ്ഞത് മാത്രമാണ് എനിക്ക് അവിടെ ചെന്നിട്ട് കിട്ടിയുള്ളൂ കേട്ടോ. അതവിടെ കഴിച്ച് തൃപ്തിപ്പെട്ടു. എന്താ പറയുക, സൗദിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് ഇവിടുത്തെ ഫുഡാണ്. ഇത് അത്യാവശ്യം നമുക്ക് കിട്ടും. നല്ലൊരു ബൈറ്റ് എടുത്തു. അടിപൊളി, നല്ല ചീസൊക്കെ ഇട്ട് നല്ല ഫ്ലേവർഫുൾ ആയിട്ടായിരുന്നു. അങ്ങനെ ഞാനും വാവയും അന്ന് ഡിന്നറൊക്കെ എൻജോയ് ചെയ്ത് നേരെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് മെട്രോ പിടിക്കാനായിട്ട് പോന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഉടനടി.